തളിപ്പറമ്പ് നിയോജകമണ്ഡലം UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ മാസ്റ്ററുടെ മലപ്പട്ടം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് ചൂളിയാട് കടവ് പരിസരത്ത് നിന്നും ആരംഭിച്ചു. നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി പ്രകടനമായി എത്തിയാണ് പ്രചരണ പരിപാടിക്ക് തുടക്കമായത്. ചൂളിയാട് പാലത്തിന് സമീപത്ത് നടന്ന പൊതുയോഗത്തിൽ രാജേഷ് ചൂളിയാട് സ്വാഗതം പറഞ്ഞു. TP മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മുസ്തഫ കൊടിപ്പൊയിൽ, രാധാകൃഷ്ണൻ, ശശിധരൻ KM ശിവദാസൻ, T ജനാർദ്ദനൻ, CK മുഹമ്മദ്, മുഹസിൻ കാദിയോട്, ശാരദ ടീച്ചർ എന്നിവർ സംസാരിച്ചു. TK ഗോവിന്ദൻ മാസ്റ്റർ വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിച്ചു. മലപ്പട്ടം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഇന്ന് വൈകുന്നേരം മലപ്പട്ടം സെന്ററിൽ പര്യടനം സമാപിക്കും. ഞാൻ UDFന്റെ പിന്തുണയുള്ള ഒരു സ്ഥാനാർത്ഥിയായി ഈ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. എല്ലാവർക്കും അത്ഭുതമാണ്. എൻ്റെ നാട്ടിലെ UDFന്റെ ആളുകൾക്കും അത്ഭുതം, എൻ്റെ പാർട്ടിക്കാർക്കും അത്ഭുതം. ഇതെന്തൊരു അത്ഭുതമാണ് മാഷിങ്ങിനായത് എന്നാണ് എല്ലാവരും ആലോചിച്ചത്. ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ CPMന്റെ നേതാവായിരുന്നു. നിങ്ങൾ എന്നെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇത്ര പെട്ടെന്നൊരു മാറ്റം എന്തുകൊണ്ട് ഞാൻ വരുത്തി? നിങ്ങൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ 15 വർഷം MLA ആയിരുന്ന ആളാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി. ഇപ്പോഴത്തെ MLA 15 വർഷം MLA ആയി. അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയപ്പോഴും MLA, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴും MLA. CPMനെ സംബന്ധിച്ച് ഒരു പഞ്ചായത്ത് മെമ്പർ ആവണമെങ്കിൽ ലോക്കൽ കമ്മിറ്റിക്ക് സെക്രട്ടറിക്ക് മത്സരങ്ങളിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം രാജിവെക്കണം. നമ്മൾ ഇവിടെ തന്നെ കണ്ടിട്ടുണ്ടാവും. മലപ്പട്ടം പഞ്ചായത്തിന്റെ പ്രസിഡന്റായി വന്ന ലക്ഷ്മണൻ ചൂളിയാട് ലോക്കൽ സെക്രട്ടറി. ആ സ്ഥാനം രാജിവെച്ചിട്ടാണ് ലക്ഷ്മണൻ മത്സരിച്ചത്. എന്നാൽ നമ്മളെ MP ഗോവിന്ദൻ മാഷിക്ക് ഇതൊന്നും ബാധകമല്ല. ജില്ലാ സെക്രട്ടറി ആയപ്പോഴും ആ സെക്രട്ടറി സ്ഥാനം രാജിവെക്കാതെ അയാൾ MLA ആയി. സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴും സെക്രട്ടറി സ്ഥാനം രാജിവെക്കാതെ അയാൾ MLA ആയി. അപ്പൊ 15 വർഷം MLA ആയി, ഒരു സ്ഥാനവും രാജിവെച്ചിട്ടില്ല. ഈ 16-ാമത്തെ വർഷം എന്റെ ഭാര്യ ആയിരിക്കണം MLA ആവേണ്ടത് എന്നാണ് മാഷ് തീരുമാനിച്ചത്. അത് സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനം മാത്രമാണ്. 15 വർഷം MLA ആയി ഞാൻ, 3 തവണ MLA ആയി ഞാൻ, 4-ാം തവണ എനിക്ക് പറ്റില്ല. അങ്ങനെ വരുമ്പോ പറയുന്ന അവിടെ എന്റെ ഭാര്യ ഇരിക്കണം. എന്നിട്ട് ആ പാർട്ടി സഹാക്കളോട് പറയാണ്, 60 വർഷക്കാലം ഈ പാർട്ടിയിൽ 16-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. 60 വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച എന്നെ പാർലമെന്ററി മോഹിയായിട്ട് പറയാണ്. മാഷക്ക് പാർലമെന്ററി മോഹം വന്നിരിക്കുന്നു. ആർക്ക് മോഹമില്ല? 3 തവണ MLA അയാൾക്ക്, 4-ാം തവണ എന്റെ ഭാര്യ ആയിരിക്കണം എന്ന് പറയുന്നവർക്ക് ഒരു പാർലമെന്ററി മോഹമില്ല, ഒരു അധികാര മോഹമില്ല. വല്ലാത്ത വിപ്ലവ ബോധം തന്നെയാണ്. വിപ്ലവത്തിന് എന്റെ ഭാര്യ തന്നെ MLA ആവണമെന്നാണ് സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി ബഹുമാനായ സഖാവ് പിണറായി ഞാൻ ആദരവോടെ വിജയേട്ടൻ എന്നാണ് വിളിക്കാറ്. ആ വിജയേട്ടൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ ഞാൻ ശ്രീകണ്ഠാപുരം ഏരിയ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇന്നലെ വന്ന് പറഞ്ഞു, ഇവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിക്ക് മോഹം, അധികാരമോഹം വന്നവർക്ക് UDF സ്വീകരിക്കുന്നു എന്നാണ്. അങ്ങനെ UDF സ്വീകരിക്കുന്നതിൽ അധികാരമോഹികളെ UDF സ്വീകരിക്കുന്നു എന്നാണ് ആക്ഷേപം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്റെ പാർട്ടിക്കാരും ഇവിടെ കേൾക്കാനുണ്ടാവില്ല. അവർക്ക് കൊടുത്ത നിർദ്ദേശം എന്താ അറിയാം? മാഷ് പറയുന്നത് കേൾക്കാൻ പാടില്ല എന്നാണ്. കേട്ടാൽ അവർക്ക് വിഷമുണ്ടാക്കും, അവരെ തലതിരിയുന്ന അവർക്കറിയാം. ഞാൻ സത്യം വിളിച്ചു പറയും. സത്യം വിളിച്ചു പറയുമ്പോ എന്റെ സഖാക്കൾക്ക് ആ സത്യത്തോടൊപ്പം നിൽക്കേണ്ടി വരും.